നമുക്കറിയാം US ഇന്ന് നിയമങ്ങൾ ശക്തമാണ്. US ഗ്രീൻ കാർഡുകൾ, ഇമിഗ്രേഷൻ നടപടികൾ, വർക്ക് പെർമിറ്റുകൾ എന്നിവ തടഞ്ഞു വെച്ചതിനെതിരെ കഴിഞ്ഞ വർഷം ഒഹായോയിൽ 25 പേർ ചേർന്ന് കോടതിയിൽ ഒരു കേസ് ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ ദിവസം US കോടതി, അതായത് US ഫെഡറൽ കോടതി അതിൽ വിധി പറഞ്ഞിട്ടുണ്ട്. ഈ വിധി US വലിയ രീതിയിലുള്ള ചർച്ചകൾക്ക് വഴിയൊരുക്കിയിട്ടുണ്ട്. ഇത് ഇന്ത്യക്കാരെയും ബാധിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിന്ന് ഇതിനെക്കുറിച്ചൊന്ന് ചർച്ച ചെയ്യാം. എന്താണ് സംഭവം, എന്തായിരുന്നു കേസ്, ആരൊക്കെയാണ് കേസ് കൊടുത്തിട്ടുള്ളതെന്ന് ഒന്ന് പറയാമോ? ഈ ഒരു സംഭവങ്ങൾക്ക് പിന്നിൽ നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബർമ്മ, കാനഡ, ഇറാൻ, നൈജീരിയ, സിറിയ, ടാൻസാനിയ, വെനിസ്വേല എന്നിവിടങ്ങളിൽ നിന്നുള്ള 25 ആളുകളാണ് അന്ന് കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇതിൽ സാധാരണ ആളുകളല്ല, മറിച്ച് അവിടെ ജോലി ചെയ്യുന്ന ആളുകളാണ്, കുടിയേറ്റക്കാരാണ്. അതിൽ വിദ്യാർത്ഥികൾ, അതുപോലെ തന്നെ ഗ്രാജുവേറ്റഡ് ആയിട്ടുള്ള ആളുകൾ, നഴ്സുമാർ, പ്രൊഫസർമാർ എല്ലാവരും ഉൾപ്പെടുന്നുണ്ട്. അതായത് ഇവർ അമേരിക്കയിൽ വന്നിട്ട് അവരുടെ ഗ്രീൻ കാർഡിനായിട്ടും വർക്ക് പെർമിറ്റിനായിട്ടും ഇവർ അപേക്ഷകൾ സമർപ്പിച്ചു. നീണ്ട ഒരു ഇടവേളയ്ക്ക് ശേഷം ഇത് സംബന്ധിച്ച യാതൊരു അറിയിപ്പുകളും ഇവർക്ക് ലഭിക്കുന്നില്ല. അങ്ങനെയാണ് ഇവർ എന്താണ് സംഭവിച്ചത്, എന്താണ് പ്രോസസ്സിംഗ് രീതികൾ, അപ്ഡേറ്റ്സ് അറിയാൻ വേണ്ടി പോകുന്നത്. അപ്പോഴാണ് ഇവർ അറിയുന്നത് ഇവരുടെ ഇത്തരത്തിലുള്ള അപേക്ഷകൾ, അതായത് ഗ്രീൻ കാർഡിൻ്റെയും അതുപോലെ തന്നെ വർക്ക് പെർമിറ്റിൻ്റെയും അപേക്ഷകൾ ഇപ്പോൾ താൽക്കാലികമായിട്ട് അവർ ഹോൾഡ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അവർ വ്യക്തമായിട്ട് ചോദിച്ചു, എന്ത് കാരണം കൊണ്ടാണ് ഇങ്ങനെ വന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഭാഗത്ത് വന്ന മിസ്റ്റേക്സ് ആണോ, അല്ലെങ്കിൽ എന്ത് കാരണങ്ങളാണ് കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് ചോദിക്കുമ്പോൾ അവർക്ക് അത് യാതൊരു ഉത്തരവും നൽകാനുണ്ടായിരുന്നില്ല. അങ്ങനെയാണ് ഇവരുടെ അപേക്ഷ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്യണം എന്ന രീതിയിൽ ഇവരൊരു കേസുമായിട്ട് മുന്നോട്ട് വന്നിട്ടുള്ളത്. അതായത് ട്രംപ് ഭരണകൂടം പറയുന്ന ഒരു കാരണം എന്ന് പറഞ്ഞാൽ സുരക്ഷാ ഭീഷണിയുണ്ട് എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ കോടതി അതിനെതിരെ വിധി പറഞ്ഞതെന്ന് പറഞ്ഞാൽ സുരക്ഷയുടെ പേരിൽ ആരുടെയും ഒരു ഗ്രീൻ കാർഡ് അപേക്ഷയോ അല്ലെങ്കിൽ വർക്ക് പെർമിറ്റുകളോ ഒന്നും തന്നെ മരവിപ്പിച്ച് വെക്കാൻ പാടില്ല എന്നാണ്. ട്രംപ് ഭരണകൂടം പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇവരുടെ സുരക്ഷാ പരിശോധനകളും പശ്ചാത്തല പരിശോധനകളും എല്ലാം പൂർത്തിയാക്കിയതിന് ശേഷം മാത്രമേ ഇവരുടെ അപേക്ഷകൾ പ്രോസസ്സ് ചെയ്യൂ എന്നാണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കോടതി വ്യക്തമായിട്ട് വിധിയിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അതായത് സുരക്ഷയുടെ പേരിൽ US ഇമിഗ്രേഷൻ വകുപ്പിന് ആരുടെയും, അതായത് ഏത് രാജ്യത്തുള്ളവരുടെയും ഗ്രീൻ കാർഡുകളോ അല്ലെങ്കിൽ വർക്ക് പെർമിറ്റുകളോ തടയാൻ യാതൊരുവിധ അവകാശവുമില്ലെന്നും. അതായത് ഇവർ ആദ്യം കേസിന് പോയപ്പോൾ അവരുടെ അടുത്തുനിന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ഒന്നും കാരണങ്ങളില്ലാന്ന്. പക്ഷെ അവർ പിന്നീട് മുന്നോട്ട് പോയ സമയത്താണ് ട്രംപും അതുപോലെ അധികാരികളും ഇത്തരത്തിലുള്ള ഒരു മറുപടി നൽകാൻ സാധിച്ചത്. ട്രംപിനെപ്പോഴും കുടിയേറ്റം എന്ന് പറയുന്നത് റിബലായിട്ട് നിൽക്കുന്നതാണല്ലോ. അതെ, ട്രംപ് ഭരണകൂടത്തിന്റെ എലക്ഷൻ ക്യാമ്പയിനിൽ തന്നെ പുള്ളി പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് കുടിയേറ്റം പൂർണ്ണമായി അവസാനിപ്പിക്കുക എന്നുള്ളത്. അതുതന്നെയായിരുന്നു പുള്ളിയുടെ ഇതുവരെയുള്ള പ്രവർത്തനങ്ങളും. എങ്ങനെ കുടിയേറ്റം അവസാനിപ്പിക്കാം, എങ്ങനെ കുടിയേറ്റക്കാരെ പുറത്താക്കുക, അത് നമ്മൾ കണ്ടുകൊണ്ടിരുന്നതാണ്. ഇപ്പോൾ ആദ്യം തന്നെയാണെങ്കിലും നാടുകടത്തലുകളും കർശനമായ പരിശോധനകളും ഒക്കെ നടന്നിട്ടുണ്ട്. ഇപ്പോഴാണെങ്കിൽ പോലും അതിർത്തികളിൽ പരിശോധനകൾ ശക്തമാക്കിയിട്ടുണ്ട്. പിന്നെ നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഒരു വാർത്ത വന്നിട്ടുണ്ടായിരുന്നു, അതിർത്തികളിൽ മാത്രമല്ല തൊഴിലിടങ്ങളിലേക്കും പരിശോധനകൾ വ്യാപിപ്പിക്കുന്നുണ്ടെന്നുള്ള രീതിയിൽ. അപ്പോൾ എപ്പോഴും കുടിയേറ്റം കുറയ്ക്കാനുള്ള മാർഗം ട്രംപ് ഭരണകൂടം നോക്കിക്കൊണ്ടിരിക്കും. അപ്പം സുരക്ഷ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണം പറഞ്ഞാണ് പലരുടെയും, അതായത് പല രാജ്യത്തു നിന്നുള്ള അപേക്ഷകരുടെയും ഗ്രീൻ കാർഡുകളും മറ്റ് വർക്ക് പെർമിറ്റുകളും ഒക്കെ തടഞ്ഞു വെക്കുന്നത്. ഈ ഗ്രീൻ കാർഡ് അപേക്ഷകൾ തടഞ്ഞു വെക്കുക അല്ലെങ്കിൽ വർക്ക് പെർമിറ്റുകളിൽ അനിശ്ചിതത്വങ്ങൾ സൃഷ്ടിക്കുക എന്നൊക്കെ വരുമ്പോൾ ഇവർക്ക് ഭയങ്കര പ്രതിസന്ധികളാണ്. അതായത് US ഇവർക്ക് നിയമപരമായി ജോലി ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ഇവരെപ്പോഴും ഭയന്ന് ജീവിക്കേണ്ടി വരും. ഇവരുടെ ജീവിത മാർഗത്തിനുള്ള തുക ഒന്നും ഇവർക്ക് കണ്ടെത്താൻ പറ്റില്ല. അപ്പോൾ ഭരണകൂടം വിചാരിക്കുന്നത് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇവർ സ്വയമേ രാജ്യം വിട്ട് പൊക്കോളും, ഇവരുടെ സ്വന്തം രാജ്യത്തേക്ക് പൊക്കോളും, നമ്മളൊന്നും ചെയ്യേണ്ട എന്നുള്ള രീതിയിലാണ് ഇത്തരം കാര്യങ്ങൾ ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. നേരത്തെ തന്നെ നമ്മൾ ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ കണ്ടായിരുന്നു. താരിഫിൻ്റെ പേരിലും ബർത്ത് റൈറ്റ് സിറ്റിസൺഷിപ്പിൻ്റെ പേരിലൊക്കെ ട്രംപ് ഇതുപോലെ തന്നെ കുടിയേറ്റക്കാർക്ക് നേരെ ശക്തമായ നീക്കങ്ങൾ നടത്തിയായിരുന്നു. പക്ഷെ പിന്നീട് ഇത് ഫെഡറൽ കോടതിയിൽ എത്തുന്ന സമയത്ത് ട്രംപിന് നേരെ കനത്ത തിരിച്ചടിയാണ് ലഭിക്കുന്നത്. വീണ്ടും വീണ്ടും ട്രംപ് ഇതുപോലെ തന്നെ കുടിയേറ്റക്കാരെ പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സംഭവത്തിന് പിന്നാലെ സമാനമായ ഒരു സംഭവം കൂടെ നേരത്തെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതും ഇതുപോലെ തന്നെ 39 രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾക്ക് ട്രാവൽ ബാന് പ്രാബല്യത്തിൽ വരുത്തിയിട്ടുണ്ടായിരുന്നല്ലോ. ഹൃദയ പറഞ്ഞത് ശരിയാണ്. ഇതിന് സമാനമായ ഒരു കേസ് തന്നെയാണ് മുൻപ് ഉണ്ടായിട്ടുള്ളത്. അതായത് 39 രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾക്ക് യാത്രാവിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെയും ഗ്രീൻ കാർഡ് അപേക്ഷകളും വർക്ക് പെർമിറ്റുകളിലും ഒക്കെ ഇതുപോലെ അനിശ്ചിതത്വങ്ങളും പല കേസുകളിലും തടഞ്ഞു വെക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു.
അതിൽ നൈജീരിയ, വെനസ്വേല, ക്യൂബ, ഇറാൻ തുടങ്ങിയ 39 രാജ്യങ്ങളെല്ലാം അതിൽ ഉൾപ്പെടുന്നുണ്ട്. ഇവരെയൊക്കെ ഒരു ഹൈ റിസ്ക് കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയിട്ട് ഇവർക്ക് ട്രാവൽ ബാനും അതുപോലെ തന്നെ ഇവർക്ക് വർക്ക് പെർമിറ്റും ഗ്രീൻ കാർഡൊക്കെ അപേക്ഷ പ്രോസസ്സിങ് അവിടെ നിർത്തിവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സംഭവത്തിൻ്റെ തുടർ നടപടിയായിട്ട് വേണം നമുക്കിപ്പം ഈ ഒരു 25 ആളുകളുടെ കേസും കാണാൻ സാധിക്കുന്നത്. കാരണം ഇപ്പോൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാലും കുടിയേറ്റക്കാരെ ഇവിടുന്ന് പറഞ്ഞു വിടുക, അതായത് അമേരിക്കൻ പൗരത്വം ഉള്ള ആളുകൾ മാത്രം ഇവിടെ നിന്നാൽ മതി എന്നൊരു ലക്ഷ്യത്തിലേക്കാണ് ട്രംപിന്റെ നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതെ, കൂടുതലും അമേരിക്കക്കാർക്ക് തന്നെ തൊഴിലിടത്തിൽ ജോലി ചെയ്യാനുള്ള അവസരം കൊടുക്കുക, അവരെ തന്നെ എല്ലാ മേഖലയിലേക്കും എത്തിക്കുക എന്നുള്ള ഒരു ലക്ഷ്യം ഇതിൻ്റെ പിന്നിലുണ്ട്. ഇനി നമുക്കിത് ഇന്ത്യക്കാർക്ക് എങ്ങനെയാണ് ഗുണം ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, തൊഴിലാളി വിസയിൽ, അതായത് H1B വിസയിൽ ഭൂരിഭാഗം ആളുകളും ഇന്ത്യയിൽ നിന്നുള്ളവർ തന്നെയുണ്ട്. ഇപ്പം ഇന്ത്യക്കാർക്ക് മാത്രമല്ല, മറ്റു കുടിയേറ്റക്കാർക്കും ഇത് സഹായമാകുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ട്രംപ് ഭരണകൂടം ഓരോ നടപടികൾ കൊണ്ടുവരുമ്പോഴും നമുക്ക് കോടതിയിൽ പോകാം, നമ്മുടെ അവകാശങ്ങൾ നമുക്ക് ഉന്നയിക്കാൻ സാധിക്കും. അപ്പം കോടതി ഇത് കൃത്യമായി പഠിച്ചിട്ട് കുടിയേറ്റക്കാർക്ക് അനുകൂലമായ വിധിയൊക്കെ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പൊ കൃപ പറഞ്ഞതുപോലെ തന്നെ ഇത് ഇന്ത്യക്കാരും അതുപോലെ തന്നെ മറ്റു രാജ്യങ്ങളിൽ നിന്നും വന്ന കുടിയേറ്റക്കാരെ സംബന്ധിച്ച് ഇതൊരു ആശ്വാസം തന്നെയാണ്. കാരണം ഇത്രയും കാലം അവർ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾക്ക് ഇനി എന്തായാലും ഒരു കോടതി സഹായിക്കാനുണ്ട്, അല്ലെങ്കിൽ കോടതി അവരെ സഹായിക്കും എന്നുള്ള ഒരു ഉറപ്പ് തന്നെ നമുക്ക് ഈ കേസിലെ വിധിയിലൂടെ എല്ലാവർക്കും ലഭിച്ചിരിക്കുകയാണ്. ഇപ്പൊ ഈ കേസിൽ, അതായത് ഈ 25 പേര് ചേർന്ന് സമർപ്പിച്ച കേസിൽ വിധി പറഞ്ഞിരിക്കുന്നത് ഫെഡറൽ കോടതിയാണ്. ട്രംപ് ഭരണകൂടത്തിന് വേണമെങ്കിൽ ഇതിന് അപ്പീലായിട്ട് സുപ്രീം കോർട്ടിലേക്കൊക്കെ പോകാം. പക്ഷേ മുൻപ് നമ്മൾ കണ്ടിട്ടുണ്ട് ഇത്തരം കുടിയേറ്റ നടപടികൾ, അതായത് ഫെഡറൽ കോടതി റദ്ദാക്കിയ പല കേസുകളും സുപ്രീം കോടതി റദ്ദാക്കിയിട്ടുണ്ട്. അപ്പോൾ കുടിയേറ്റക്കാർക്ക് അനുകൂലമായി തന്നെ അവിടുത്തെ നിയമം ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പം കോടതി, അതായത് ഫെഡറൽ കോടതി കൃത്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട്, USCIS അതായത് US ഇമിഗ്രേഷൻ വകുപ്പിന് അവിടെ വരുന്ന, അതായത് നിയമപരമായി വരുന്ന കുടിയേറ്റക്കാരുടെ അല്ലെങ്കിൽ നിയമപരമായി ജോലിക്ക് എത്തുന്ന ആളുകളുടെ വർക്ക് പെർമിറ്റോ ഗ്രീൻ കാർഡോ അല്ലെങ്കിൽ ഗ്രീൻ കാർഡ് അപേക്ഷകളോ അല്ലെങ്കിൽ മറ്റ് ഇമിഗ്രേഷൻ നടപടികളൊന്നും ഇങ്ങനെ വൈകിപ്പിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും കാരണം പറഞ്ഞ് മുടക്കാനോ യാതൊരുവിധ അധികാരവും ഇല്ല. അപ്പോൾ ഇത് കൃത്യമായി എല്ലാവരും ഓർത്തിരിക്കുക. ഇനി US പോകുന്നവരാണെങ്കിലും ഇപ്പോൾ US നിൽക്കുന്നവരാണെങ്കിലും, അതായത് ഇപ്പോൾ ഇന്ത്യക്കാരെ സംബന്ധിച്ച് അവർക്ക് ബാക്ക്ലോഗുകളൊക്കെ ഭയങ്കര കൂടുതലാണ്. അപ്പം എപ്പോഴെങ്കിലും ഒരു സാഹചര്യത്തിൽ അവർക്കും ഇത്തരം നടപടികൾ നേരിടേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് ഉറപ്പായിട്ടും നല്ലൊരു അഭിഭാഷകനെ കണ്ടിട്ട് കോടതിയിൽ കേസ് ഫയൽ ചെയ്യാൻ സാധിക്കും. അത് അവർക്ക് അനുകൂലമായ ഒരു വിധി തന്നെയായിരിക്കും ഇനി ഉണ്ടാകാൻ പോവുക എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.